മാങ്കൂട്ടം വരുന്നതും പോകുന്നതും അറിയില്ലെന്നാണ് BJPയും CPMും പറയുന്നത്. എന്നാൽ മാങ്കൂട്ടം എത്തുന്നതോ ഇവരുടെയൊക്കെ നേതാക്കന്മാർക്കൊപ്പവും. ഇപ്പോൾ കാലുവെട്ടുമെന്ന് പറഞ്ഞവരൊക്കെ ചമ്മി മാറി നിൽക്കുകയാണ്. ഒരു KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മാങ്കൂട്ടം എത്തിയപ്പോഴാണ് MLAയുടെ മണ്ഡല പര്യടനം വിവാദമായി മാറിയത്. രാത്രി രഹസ്യമായി വന്നെന്നും മാങ്കൂട്ടത്തിന് സൗകര്യമൊരുക്കിയ ഡിപ്പോയ്ക്ക് കടുത്ത വിമർശനം കൊടുത്തും അതിൽ നിന്നും തലയുരാൻ നോക്കി. പിന്നെ പറഞ്ഞു MLA ഓഫീസിലേക്ക് എത്തിക്കില്ല എന്ന്. എന്നാൽ MLA ഓഫീസിൽ എത്തുകയും ചെയ്തു, കസേര വലിച്ചിട്ടിരിക്കുകയും ചെയ്തു, ഒപ്പുവെക്കുകയും ചെയ്തു. കഴിഞ്ഞില്ല, മന്ത്രിക്കൊപ്പം BJP കൗൺസിലറിനൊപ്പവും ഏറ്റവും അവസാനം ഒരു നടിക്കൊപ്പവും മാങ്കൂട്ടം എത്തി. അതും പകൽ വെളിച്ചത്തിൽ നല്ല മാന്യനായിട്ട് തന്നെ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MPക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം വേദി പങ്കിട്ടത് വലിയ ചർച്ചയായിരുന്നു. ആശമാരുടെ സമരത്തിൽ എത്തിയിരുന്നു. അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയവരെ വാലും പൊക്കിയാണ് ആശമാർ ഓടിച്ചുവിട്ടത്. പ്രതിപക്ഷ നേതാവ് മാങ്കൂട്ടത്തെ ഇറക്കി വിട്ടുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ആശാ സമരത്തിൽ മുന്നിൽ നിന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം സംഭവിച്ചു. മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്നും ചോദിച്ച് കരിവാരി തേക്കാനായിട്ട് റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ളവർ നടന്ന കാലത്ത് അവർ വിളിച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്ന CPM നേതാവായ ശ്രീനാദേവി കുഞ്ഞമ്മ പരസ്യമായിട്ട് TV ചാനലുകാർ ഇങ്ങനെ വിളിക്കുന്നതിനെ പറ്റി സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിരുന്നു. ഒരു പരാതിയും ഇല്ലാത്തവരെ പോലും വിളിച്ച് പരാതിക്കാരിയാക്കുകയാണ് എന്നാണ് അന്നവർ മാങ്കൂട്ടം വിഷയത്തിൽ പറഞ്ഞത്. അതിനുശേഷം പാർട്ടിയിൽ നിന്നുമുണ്ടായ കടുത്ത എതിർപ്പും ഒറ്റപ്പെടുത്തലും കാരണം പൊറുതിമുട്ടി അവർ രാജിവെക്കുകയായിരുന്നു. CPI വിട്ടുവെന്നും പാർട്ടിയുടെയും AIYFന്റെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ അറിയിച്ചു. ഇനി അവരുടെ വരവ് കോൺഗ്രസിലേക്കാണ് എന്ന് കൂടി ഉറപ്പിച്ചാൽ ചിലപ്പോൾ മാങ്കൂട്ടത്തിന് ഒരു പച്ചക്കൊടി കിട്ടുമായിരിക്കും. സത്യത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് വെച്ചാൽ വിവാദങ്ങൾക്ക് ശേഷം മാങ്കൂട്ടം നിന്നാലും ഇരുന്നാലും വാർത്തയാണ്. ഒരു MLAക്ക് പോലും കിട്ടാത്ത പ്രിവിലേജ് ആണ് അദ്ദേഹത്തിന് മാധ്യമങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ MLAമാർ ചെറിയ കാര്യങ്ങൾ തന്റെ മണ്ഡലത്തിൽ ചെയ്താൽ ചില പ്രാദേശിക പത്രത്തിൽ ചെറിയ കോളം വാർത്തയാകുക പതിവാണ്. പക്ഷേ ഇവിടെ പാലക്കാട് മാങ്കൂട്ടം തറക്കല്ലിട്ടാൽ പോലും വാർത്തയാണ്. ഒരാളെ തളർത്താനും വളർത്താനും മാധ്യമങ്ങൾക്കാകുമെന്നതാണ് സത്യം. സ്വന്തം MLA ആരാണെന്ന് പോലും കേരളത്തിലെ 95% ജനങ്ങൾക്കും അറിയില്ല. അപ്പോഴാണ് പാലക്കാട് മണ്ഡലത്തിന്റെ ചെറിയൊരു വികസനം പോലും കേരളം മൊത്തം വാർത്തയാകുന്നത്. എന്തായാലും ഇത്തവണ KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യാനെത്തിയത് പാതിരാത്രിയല്ല, നല്ല പകൽ വെളിച്ചത്തിൽ തന്നെയാണ്. പാലക്കാട് ഗൂഡല്ലൂർ റൂട്ട് ബസ്സാണ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം.